കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന 12 കുറ്റങ്ങളിൽ മാത്രം ക്യാമറ വഴി പിഴ ചുമത്തിയാൽ മതിയെന്ന ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം. മൊബൈലിൽ ചിത്രമെടുത്ത ഈ ചെലാൻ വഴി മറ്റ് നിയമലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതോടെയാണ് കമ്മീഷണറുടെ ഇടപെടൽ. വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷയില്ലാതിരിക്കുക, രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക, പുക പരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എടുക്കുന്ന ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്തരുതെന്നാണ് നിർദ്ദേശം. വാഹനങ്ങൾ നിർത്തി പരിശോധിക്കുന്ന വേളയിൽ ഇവയ്ക്ക് പ്രത്യേകം ചെക്ക് റിപ്പോർട്ട് നൽകി പിഴയടയ്ക്കാം. ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ചിത്രം എടുക്കുമ്പോൾ വാഹനത്തിന്റെ രേഖകൾ കൂടി ഓൺലൈനിൽ പരിശോധിച്ച മറ്റു കുറ്റങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതാണ് പരാതിക്കിടയാക്കിയത്. ടൂറിസ്റ്റ് വാഹനങ്ങളുടെ മുകളിൽ ഘടിപ്പിക്കുന്ന ലഗേജ് കാരിയറുകൾക്ക് പിഴ ഈടാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഓഡിറ്റ് പരാമർശത്തെ തുടർന്നാണ് ഒന്നിലധികം കുറ്റങ്ങൾക്ക് പിഴ ചുമത്തേണ്ടി വന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പിഴ ചുമത്തുമ്പോൾ ആ വാഹനത്തിന് മറ്റ് ഗതാഗത നിയമലംഘനങ്ങളില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്ന് ഓഡിറ്റ് നിർദ്ദേശമുണ്ടായിരുന്നു. അമിതവേഗം, അനധികൃത പാർക്കിംഗ്, ഹെൽമറ്റ് ഉപയോഗിക്കാതിരിക്കുക, ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക, വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധം ഭാരം കയറ്റുക, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക, ലൈൻ ട്രാഫിക് ലംഘനം, ചരക്കു വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോകുക, നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട് എന്നിവയാണ് ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്താവുന്ന കുറ്റങ്ങൾ. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും സുരക്ഷിതമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് കേരളത്തിലെ നിരത്തുകളിൽ ഉടനീളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. മുൻശീലം വെച്ച സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നവരും ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരും ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരുമായ നിരവധി ആളുകളാണ് ഈ ക്യാമറയുടെ കണ്ണിൽപ്പെടുന്നത്. നിയമലംഘനം കണ്ടെത്തിയാൽ ഉടൻ വാഹനത്തിന്റെ നമ്പറും നിയമലംഘനവും പിഴയും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജായി ലഭിക്കുകയും നിയമലംഘനത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ചെല്ലാൻ പോസ്റ്റലായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നിയമലംഘനത്തിനുള്ള പിഴ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഓൺലൈനായി അടയ്ക്കാം. അല്ലാത്ത പക്ഷം കേസ് കോടതിയിലേക്ക് മാറുന്നതാണ് രീതി. ഈ സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് ഓൺലൈനായി പിഴയടയ്ക്കുന്നതിനുള്ള നടപടികൾ അന്വേഷിക്കുന്നത്. പരിവാഹൻ ആപ്പിൽ നൽകിയിട്ടുള്ള ട്രാൻസ്പോർട്ട് സർവീസസ് എന്ന ഓപ്ഷനിലാണ് ഇത്തരം സേവനങ്ങൾ നൽകിയിട്ടുള്ളത്. ഈ ഓപ്ഷനിലെ ചെല്ലാൻ റിലേറ്റഡ് സർവീസ് എന്ന ഐക്കണിലെ വ്യൂ മോർ എന്ന ഓപ്ഷൻ തുറക്കണം. ഇതിലെ പേയ്മെന്റ് എന്ന് നൽകിയിരിക്കുന്നത് തുറന്ന ശേഷം പേ യുവർ ചെല്ലാൻ എന്നതിൽ അമർത്തുക. ഇതിൽ ചെല്ലാൻ നമ്പർ, വാഹന നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകിയാൽ മതിയാകും. ഇതിനുശേഷം ഗേറ്റ് ഡീറ്റെയിൽസ് എന്ന ബാർ അമർത്തുക. ഇതിലാണ് വാഹനത്തിന് വന്നിട്ടുള്ള ചെല്ലാനുകളുടെ വിവരവും പിഴയും നൽകിയിട്ടുണ്ടാവുക. ഇതിൽ തന്നെ പെൻഡിംഗ് എന്ന ഓപ്ഷനിൽ നിന്ന് ചെല്ലാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഡൗൺലോഡ് ചെല്ലാൻ എന്ന ഓപ്ഷൻ തുറന്നാണ് വാഹനത്തിന് ഇതുവരെ വന്നിട്ടുള്ള ചെല്ലാനുകളുടെ PDF ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പിഴ അടയ്ക്കുന്നതിനായി പേ നൗ എന്ന ബാർ അമർത്തുക. പിന്നീട് ഈ ട്രഷറി തിരഞ്ഞെടുത്ത കണ്ടിന്യൂ എന്ന ബട്ടൺ അമർത്തണം. ഇവിടെ നിന്നാണ് പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI പേയ്മെന്റ് തുടങ്ങിയ ഓപ്ഷനുകളിൽ പണം അടയ്ക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗൂഗിൾ പേയിലാണ് പിഴയടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ UPI എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.